അച്ഛാ അച്ഛാ എന്റെ റിപ്പോർട്ട് കാണുന്നു നോക്കച്ചാ. അല്ല ഇതെന്താ? അച്ഛാ എന്തു പറ്റി അച്ഛാ? ആരാടാ ഇത് ഞങ്ങളുടെ വീടിനെ ചവറ് കുട്ടിയാന്ന് വിചാരിച്ചത്? ചവറെല്ലാം അങ്ങോട്ടൊന്ന് ഇവിടെ ഇട്ടിട്ട് പോകുന്നു. എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല. പുറത്തേക്ക് പോകേണ്ട വഴി അടഞ്ഞിരിക്കുകയാണല്ലോ. ഈ പൈപ്പ് പടഞ്ഞോ? ഇതെന്താടാ ഇത്? ആരാ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്? വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആണ്. അതുല്യമാണ്, പകരം വെക്കാനില്ല ഇതുപോലെയൊന്ന. വളരെ ഫാന്റാസ്റ്റിക് വൺ. വാസ്തുശാസ്ത്ര വിധി പ്രകാരമുള്ള ഒരു വലിയ ബിൽഡിംഗ്. ആഹാ, അതിനൂതനമായ നിർമ്മിതി. വിസ്മയാവഹം തന്നെ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഈ ബംഗ്ലാവ് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിനക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. ആ ബംഗ്ലാവ് എനിക്ക് വേണ്ടിയായിരുന്നു. വളരെ നന്ദിയുണ്ട് ചേട്ടാ. പക്ഷെ ഇത്രയും പൈസ ചേട്ടന് എവിടുന്നാണ് കിട്ടിയത്? ആഫ്രിക്കയിൽ നിന്നും. ഓ, നിങ്ങൾ ആഫ്രിക്കയിൽ നിന്നാണോ വരുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞത് ആഫ്രിക്ക. എല്ലാം ഫ്രീ ആയിട്ട് കിട്ടിയെന്ന്. ആദ്യം കാറുകൾ മോഷ്ടിച്ചു, പിന്നെ ഉരുപ്പടികൾ മോഷ്ടിച്ചു. അങ്ങനെ മോഷ്ടിച്ച് ഈ വീടുണ്ടാക്കി. എന്നാൽ ഞാൻ ഡസ്റ്റ്ബിൻ മാത്രം മോഷ്ടിച്ചതേ ഇല്ല. അതെന്തുകൊണ്ടെന്നാൽ ഈ എലികളുടെ മാളം നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എന്തായാലും നിങ്ങൾ എലികൾക്ക് കൊടുത്ത പണി ഒന്നരമാണ്. ഹലോ ചേട്ടാ, നിങ്ങളുടെ പ്ലാൻ എന്തായാലും കൊള്ളാം. പക്ഷേ ഇത് ഞങ്ങളുടെ വീടാണ്, മനസ്സിലായോ? നിങ്ങൾ ചെയ്യുന്ന ദ്രോഹം കാരണം ഞങ്ങളുടെ വീട് പോക്കാ. അതിനെന്താ? എടോ, തന്നോടാ പറഞ്ഞത് മര്യാദയ്ക്ക് ഒരു ഡസ്റ്റ്ബിൻ വാങ്ങിച്ചു വെച്ചോ, അല്ലെങ്കിൽ തന്നെ വീട് ഇവിടുന്ന് മാറ്റി വെക്ക്, മനസ്സിലായോ? ഓഹോ, ഇവന്മാരെന്നെ ഭീഷണിപ്പെടുത്തുകയാണല്ലേ? ഇവന്മാരെ ഞാനൊരു പരുവത്തിലാക്കാതെ വിടില്ല. അവസാന എലിയും നശിക്കുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോകില്ല. വേണ്ടച്ചാ, അങ്ങനെയൊന്നും ചെയ്യണ്ട പ്ലീസ്. നമുക്ക് ഇവിടുന്ന് പോയേക്കാം. ഈ രണ്ട് പൂച്ചകളും വലിയ പ്രശ്നക്കാരാന്നാ തോന്നുന്നേ. ഇവരെ ഇവിടെ നിന്ന് ഓടിക്കണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പൂച്ചകളുടെ സഹായം ആവശ്യമായിട്ട് വരും. എന്നാൽ നമ്മളെ സഹായിക്കാൻ വേണ്ടി ഒരു പൂച്ച ഇങ്ങോട്ടേക്ക് വരുമോ? ഒന്നല്ല മോനെ, രണ്ടെണ്ണം വരും. കൂടാതെ ഒരു ഡോഗിയും ഒരു തത്തമ്മയും ഉണ്ട്. അവര് വന്നാൽ 2 മിനിറ്റിനുള്ളിൽ ഇവർ ഇവിടുന്ന് പൊക്കോളും. ഫോൺ എടുത്ത് വേഗം വിളിക്കും മോനെ. എടാ ഹണി, ഫോൺ എടുക്ക്. എടാ കഴുതേ, റിസീവർ എടുത്ത് കാതി വെക്കടാ. എടാ, അതെടുത്ത് വേഗം ഒന്ന് സംസാരിക്കേ. ഓക്കേ, ഞാൻ സംസാരിക്കാം. ചോർദാറേ, ഹൗ ആർ യു? വാട്ട് ആർ യു? വൈ ആർ യു? ആഹാരം എന്തെങ്കിലും കഴിച്ചായിരുന്നോ? എടാ, എന്നോടല്ലടാ കഴുതേ, അയാളോട് സംസാരിക്കേ. ഏതവനോടാ ഞാൻ സംസാരിക്കണ്ടേ? എടാ റിസീവർ, വേഗം സംസാരിക്കേ. ഹലോ റിസീവർ ഏട്ടാ, എന്താ സുഖാണോ? ആഹാരം കഴിച്ചിട്ട് തന്നെയാണോ വന്നത്, അതോ ഇവിടെ തന്നെയാണോ കഴിക്കാൻ പോകുന്നേ? ഹലോ, എന്ത്? അവിടെ തന്നെ നിക്ക്, ഞങ്ങൾ ഇപ്പൊ തന്നെ വന്നേക്കാം.
അല്ല എന്ത് പറ്റി കൊച്ചളിയാ? ഗോസ്റ്ററിനും അവന്റെ ഫാമിലിക്കും നമ്മുടെ സഹായം വേണമെന്ന്. അവരുടെ വീടിന്റെ മുകളിൽ ആരോ വീട് വെച്ചിരിക്കാത്രേ. വേഗം വാ. റിസീവർ ഏട്ടാ, ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങളോട് സംസാരിക്കാം കേട്ടോ. ഓക്കെ. എടാ വേഗം പറയടാ, അതാരാ നിങ്ങളുടെ വീടിന് മുകളിൽ വേറൊരു വീട് വെച്ചവൻ? അവന്റെ പണി ഞാൻ തീർക്കും. ആഹാ. അത് ശരി, അപ്പൊ ഇവിടെ ഇരിപ്പുണ്ടോ? മ്യാവ്. മുന്നിലുള്ള മരം പോലും കാണാത്തവനാ ഇവിടെ നമ്മളെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. ചേട്ടായി ദയവന്മാരാ, ഞങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എടാ, നീ ഞങ്ങളോട് സംസാരിക്കാൻ വരുമ്പോ അവന്മാരെന്താ വിചാരിക്കുക? നിന്നെ പോലെ ഞങ്ങൾ എലികളാണെന്നല്ലേ കരുതൂ? അയ്യോ എന്റെ ചേട്ടായി, ഇയാളെ വീട്ടിൽ തന്നെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നാ പോരായിരുന്നോ? എന്നെ കളിയാക്കിയാലേ എന്റെ കൂട്ടുകാർ മാത്രമേ ചിരിക്കാൻ പാടുള്ളൂ. ആവശ്യമില്ലാതെ നീയൊക്കെ ചിരിച്ചാലുണ്ടല്ലോ എന്റെ തനി സ്വഭാവം എന്താണെന്ന് നീയൊക്കെ അറിയും. പറഞ്ഞേക്കാം. നോക്ക്, ഞങ്ങളുടെ കൂട്ടുകാരനായ ഗൂസിന്റെ ജീവിതത്തിൽ നിങ്ങൾ കളിച്ചാൽ ഞങ്ങൾ ചുമ്മാതിരിക്കില്ല. മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ. അങ്ങനെ പോയില്ല എങ്കിൽ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾ നല്ല തല്ല് വാങ്ങിക്കും. എന്തിനാ വെറുതെ ഞങ്ങളുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങുന്നത്? ആഹാ, ഇനി ഇത് നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കും. ഈ തുണിയാണോ? തുണിയെ കണ്ടൊന്നും ഞങ്ങൾ മേടിക്കില്ല. വേറെന്തേലും വലുതായിട്ട് കൊണ്ടുപോവാ. തോക്കോ കത്തിയോ അല്ലെങ്കിൽ എന്ത് കുന്തം വേണേലും കൊണ്ടുപോവാ. വേഗം താഴെ പോ. ആ കമ്പില് വേഗം പിടിക്ക്. വലിക്ക്, വലിക്ക്. ഒന്നുകൂടെ വലിക്ക്. ഇത് അല്പസമയത്തേക്ക് മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഇവരെ ഇവിടുന്ന് ഓടിക്കാനായിട്ട് എന്തെങ്കിലും ഒരു പെർമനന്റ് സൊല്യൂഷൻ കണ്ടെത്തിയേ പറ്റൂ. ഒരു മിനിറ്റ്, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. തോന്നിക്കൊണ്ടിരിക്കുക. ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതിന്നേ. ദാ വന്നോണ്ടിരിക്കുക. എന്തായാലും പണി, നീ നിന്റെ പ്ലാൻ എന്താന്ന് വേഗം പറഞ്ഞേക്ക്. എന്റെ പ്ലാൻ ചിലപ്പോ വരാൻ താമസിച്ചേക്കും. എന്തായാലും അവര് നിങ്ങളുടെ വീടിന്റെ മുകളിൽ വീട് പണിഞ്ഞ് നിങ്ങളുടെ വീട് മൊത്തം ചവറാക്കി. ഇപ്പൊ നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോയി അതിനുള്ള ഉത്തരം നൽകണം. എടാ പകയാ, ഇതേ ഞാൻ ആലോചിച്ച പ്ലാൻ ആയിരുന്നു. ഈ ബലൂണിൽ സ്ഥലം വളരെ കുറവാണ്. ദാ പോപ്പട്ടെ, നിനക്കെന്തായാലും ചിറകുകളുണ്ടല്ലോ, നിനക്ക് അത് വെച്ചൊന്ന് പറന്നു പോക്കൂടെ? ഞങ്ങളുടെ അടുത്ത് ഐഡിയ വളരെ കുറവാണ്. എടാ ഹണി, നിന്റെ തലയ്ക്കകത്തും ബുദ്ധിയുണ്ടല്ലോ, അതൊന്നും എടുത്ത് പെട്ടെന്ന് ഉപയോഗിച്ചുകൂടെ? ചേട്ടാ, നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കരുത്. വേഗം വന്ന പണി നമുക്ക് അങ്ങ് തീർത്തേക്കാം. മിയാവ്. അനുവാദമില്ലാതെ മറ്റൊരാളുടെ വീട്ടിലേക്ക് ചവറിടാൻ പാടില്ല എന്ന് അറിയില്ലേ?
നിങ്ങളുടെ വീട് ഇരിക്കുന്ന കാരണം ഗൂസിന് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് കൂട്ടുകാരെ വേഗം ചവറ് വാരി എറിയോ. ഐ എം സോറി, ഇൻ ബോട്ടം ഓഫ് മൈ ലിവർ. എടോ ലിവർ എന്നല്ല ഹാർട്ട് എന്നാണ് പറയാറ്. ഹാർട്ട് ഇടിപ്പ് കാരണം ബിസി ആയിരിക്കുക. അതുകൊണ്ട് ഞാൻ ലിവർ എന്ന് പറഞ്ഞു പോയതാ. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. മിയാവ്. ഞങ്ങളോട് ക്ഷമിച്ചാലും ഞങ്ങൾ ഇവിടുന്ന് വീട് മാറി പോവുകയാണ്. മിയാവ്. മിയാവ്. അല്ല ചേട്ടാ ഇതെന്തുവാ? വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ട് ആണ്. മിയാവ്. ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. മിയാവ്. മിയാവ്. നിങ്ങൾ കാരണം ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷത്തിലാണ്. നിങ്ങളാണ് നല്ല കൂട്ടുകാർ. അതുകൊണ്ട് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഇന്ന് ഡിന്നറിന് ക്ഷണിക്കുകയാണ്. ഓക്കേ. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എല്ലാരെക്കാളും മുമ്പ് ഞാൻ ആദ്യം പോയി കഴിക്കും. ഹൈ. ആ, ഹൈ. ആ.